ദീപം ദീപം വൃന്ദായൈ തുളസീദേവ്യായൈ പ്രിയായൈ കേശവസ്യ ച കൃഷ്ണഭക്തിപ്രദേ ദേവി സത്യവത്യായൈ നമോ നമഃ. വൃന്ദായൈ തുളസീദേവ്യായൈ പ്രിയായൈ കേശവസ്യ ച കൃഷ്ണഭക്തിപ്രദേ ദേവി സത്യവത്യായൈ നമോ നമഃ. അമ്മേ അമ്മേ. എന്താ അമ്മോ? കൊള്ളാം, അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ എന്തോരം വിളിച്ചു അമ്മേ. നിനക്കറിയില്ലേ മോളെ, ഞാൻ ദിവസവും ത്രിസന്ധ്യയ്ക്ക് തുളസിയാരതി ചെയ്യുമെന്ന്. അമ്മ ഇങ്ങോട്ട് വന്നേ, ദേ കുടുംബസംഗമം തുടങ്ങാറായി. അവരെല്ലാം സൂം മീറ്റിംഗിലുണ്ട്. ഇങ്ങോട്ടൊന്ന് വന്നേ അമ്മേ. ഈ ആരതി ഒന്ന് കഴിഞ്ഞോട്ട് മോളെ, ഞാൻ വന്നേക്കാം. ഓ, അതൊക്കെ ഇനി നാളെ ചെയ്യാം. എല്ലാവരും അമ്മയെ കാത്തിരിക്കുക. പറ്റില്ല മോളെ, തുളസിയാരതി കഴിയാതെ എനിക്ക് വരാൻ കഴിയില്ല. ഓ, ഇത് നാളെ ചെയ്യാമല്ലോ അമ്മേ. അങ്ങനെയല്ല മോളെ, തുളസിയാരതി ത്രിസന്ധ്യയ്ക്ക് തന്നെ ചെയ്യണം. അതാണ് പുണ്യം. അല്ലാതെ നമുക്ക് സൗകര്യമുള്ള സമയത്തല്ല ചെയ്യേണ്ടത്. അതെന്താ അമ്മേ ഇതിനൊക്കെ ഇത്ര പ്രാധാന്യം? ഉണ്ട് മോളെ. ഓരോ മനുഷ്യനും ഈ ജന്മത്ത് അനുഭവിക്കുന്നില്ലേ ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും വേദനയും? അതൊക്കെ നാം മുജ്ജന്മത്തിൽ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ ഫലമാണ്. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. കേട്ടിട്ടില്ലേ നീയെ? അത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ മുൻജന്മം പുനർജന്മം എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ലേ അമ്മേ? ഓരോരോ അന്ധവിശ്വാസങ്ങൾ. ഈ ജന്മത്തിൽ പാപം ചെയ്താൽ ഈ ജന്മത്തിൽ തന്നെ നാം അനുഭവിക്കും, അത്ര തന്നെ. ഓ, ആണോ? എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ജനിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും എങ്ങനെയാണ് മഹാരോഗങ്ങൾ വരുന്നത്? അവർ എന്ത് പാപമാണ് ഈ ജന്മത്തിൽ ചെയ്തത്? അത് ശരിയാണല്ലോ അമ്മേ. രാഹുലിന്റെ ചേച്ചിയുടെ കുഞ്ഞിന് 6 മാസേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ക്യാൻസർ വന്ന് മരിച്ചുപോയല്ലോ. ആ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ജന്മത്തിലെ അനുഭവങ്ങൾ അത് നല്ലതായാലും ചീത്തയായാലും അത് കഴിഞ്ഞ ജന്മങ്ങളിൽ നാം ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഫലമാണെന്ന്. ആ കർമ്മങ്ങളിൽ നിന്നും ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ലേ അമ്മേ? തീർച്ചയായും കഴിയും മോളെ. ദിവസവും 3 സന്ധ്യകളിൽ തുളസി വന്ദനവും തുളസി പരിക്രമവും, എല്ലാ മാസവും ഏകാദശി വ്രതാനുഷ്ഠാനവും, ദിനംതോറും ഹരേ കൃഷ്ണ മഹാമന്ത്രവും ജപിച്ച് പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ ശരണം പ്രാപിക്കുന്നവർക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും ക്രമേണ മോചനം നേടാം. എങ്ങനെയാണ് അമ്മേ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത്? അത് വാവ് കഴിഞ്ഞു വരുന്ന 11ാം നാളാണ് ഏകാദശി. ശുക്ലപക്ഷ ഏകാദശി എന്നും കൃഷ്ണപക്ഷ ഏകാദശി എന്നും പറയും. ആ ദിവസം വ്രതശുദ്ധിയോടെ സ്നാനം ചെയ്ത് ഭക്തിപൂർവം ഉപവസിച്ചോ നവധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഉള്ളിവർഗ്ഗങ്ങൾ, മത്സ്യമാംസാദികൾ എന്നിവ ഉപേക്ഷിച്ച് ഭഗവാൻ ശ്രീഹരിയുടെ നാമം ജപിച്ചുകൊണ്ട് വ്രതം നോറ്റ് പിറ്റേന്നാൾ യഥാസമയം വ്രതം മുറിച്ചുകൊണ്ട് ഏകാദശിയുടെ പുണ്യം നമുക്ക് നേടാം. അപ്പോൾ തുളസി പരിക്രമമോ? മോളെ, അത് വളരെ ലളിതമാണ്. തുളസി മഹാറാണിക്ക് 3 തവണ തീർത്ഥം അർപ്പിക്കണം. എന്നിട്ട് വൃന്ദായൈ തുളസീദേവ്യായൈ പ്രിയായൈ കേശവസ്യ ച കൃഷ്ണഭക്തിപ്രദേ ദേവി സത്യവത്യായൈ നമോ നമഃ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് തുളസീദേവിയെ നമസ്കരിക്കണം. തുളസി മഹാറാണിക്ക് ആരതി ഒഴിഞ്ഞ് യാനി കാനീച പാപാനി ബ്രഹ്മഹത്യാദികാനി ച താനി താനി പ്രണശ്യന്തി പ്രദക്ഷിണ പദേ പദേ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് തുളസീദേവിയെ 7 തവണ വലം വയ്ക്കണം. അതെന്താ പ്രിയായി കേശവസ്യജ എന്ന് പറഞ്ഞത്? അപ്പോൾ കൃഷ്ണനല്ലാതെ മറ്റ് ദേവീദേവന്മാർക്കൊന്നും തുളസി സമർപ്പിക്കാറില്ലേ? ഇല്ല മോളെ. മഹാവിഷ്ണു, ശ്രീരാമചന്ദ്ര പ്രഭു, നരസിംഹമൂർത്തി എന്നിങ്ങനെ വിഷ്ണു തത്വങ്ങൾക്കൊഴികെ അന്യ ദേവതമാർക്കൊന്നും തുളസി സമർപ്പിച്ചുകൂടാ. അത് അപരാധമാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിൽ ഭക്തിപൂർവം തുളസി അർപ്പിക്കുക നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും അവസാനിക്കും.
അതുകൂടാതെ തുളസി വെച്ച് ആരാധിക്കുന്നത് കൊണ്ട് ഒരു നീതിശക്തിക്കും നമ്മളെ ഒന്നും ചെയ്യാനാകില്ല. ഉറപ്പ്. ഇനി എന്നും ഞാൻ തുളസിയാരതി ചെയ്യാം അമ്മേ. മിടുക്കി കുട്ടി. മോൾക്ക് തുളസി മഹാറാണിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ. എങ്കിൽ ഇന്ന് മോളും കൂടി ആരതി ചെയ്തു വന്നു. तुलसी कृष्ण प्रेयसी नमो नमो तुलसी कृष्ण प्रेयसी नमो नमो राधा कृष्ण सेवा पाओ हे अभिलाषी राधा कृष्ण सेवा पाओ हे अभिलाषी तुलसी कृष्ण प्रेयसी नमो नमो तुलसी कृष्ण प्रेयसी नमो नमो हे तुम्हारा शरण सारा मन पूर्ण हो हे तुम्हारा शरण पाकोरी करो तारे वृंदावन वासी पाकोरी करो तारे वृंदावन वासी तुलसी कृष्ण प्रेयसी नमो नमो तुलसी कृष्ण प्रेयसी नमो नमो जानी कानी चा पापानी ब्रह्मा हत्या जानी चा